സൂപ്പർ ടേസ്റ്റി ആൻഡ് സൂപ്പർ ഗ്രേവിയാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയില്ല. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഈ മീൻ പൊള്ളിക്കുന്ന ഒരു വീഡിയോയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ മീൻ പൊള്ളിക്കാൻ അധികം ഉപയോഗിക്കുന്നത് കരിമീനും ആവോലിയുമാണ്. പക്ഷേ സാധാരണക്കാർക്ക് പെട്ടെന്ന് ആവോലിയും കരിമീനും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമ്മുടെ അടുത്ത് എപ്പോഴും അവൈലബിൾ ആയ ഒരു ഫിഷാണ് അയില. അപ്പോൾ ഇന്ന് അയില വെച്ചിട്ടൊരു മീൻ പൊള്ളിച്ച് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് കുറച്ച് അയില കിട്ടിയിട്ടുണ്ട്. ഇത് മീഡിയം വലിപ്പമുള്ള അയിലാണ് കേട്ടോ. പക്ഷേ ഇത് കാണുമ്പോൾ വളരെ ചെറുതായിട്ട് തോന്നും. ഞാൻ അയിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ കേട്ടോ. പലരും പല രീതിയിലാണ് ക്ലീൻ ചെയ്യുക. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ ഇത് ഇങ്ങനെയാണ് കേട്ടോ ക്ലീൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ ഈ വായ ഭാഗമൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലത്തെ ചെളുക്കൊക്കെ ഇങ്ങനെ ചെത്തി ഒഴിവാക്കണം കേട്ടോ. അപ്പം നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ കുടലൊക്കെ മാറ്റിയിട്ട് നമ്മളിതിങ്ങനെ വരിഞ്ഞെടുക്കാൻ പോവാണ്. അങ്ങനെ മീനിതാ ഞാൻ വരിഞ്ഞെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ 2 വലിയ മീൻ മാത്രമാണ് മീൻ പൊള്ളിച്ചെടുക്കാൻ ഉപയോഗിക്കുന്നത്. ബാക്കിയൊക്കെ കറി വയ്ക്കാനാണ് എടുക്കുന്നത്. ഇനി നന്നാക്കി വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ട് വരാം. അങ്ങനെ മീനതാ നന്നാക്കി വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ മീനൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാൻ പോവാണ്. അതിലേക്ക് ഞാൻ 2 സ്പൂണ് മുളക് പൊടി എടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് മീനിൻ്റെ മേലേക്ക് ഞാൻ ഈ പൊടികളൊക്കെ ഒന്ന് വെതിരി കൊടുക്കാൻ കേട്ടോ. നന്നാക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇതുപോലെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഇത് എളുപ്പപ്പണിയാണ്. ഇങ്ങനെ ആകുമ്പോൾ നമ്മുടെ മീനിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ലോണം മുളക് ഇറങ്ങിച്ചെല്ലും. അങ്ങനെ 2 മീനിലും ഞാൻ മുളകൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവസാനം നമ്മൾ കുറച്ച് വെള്ളം ഇതിൻ്റെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഒന്നും കൂടെ ഇങ്ങനെ തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉള്ളിലേക്ക് നന്നാക്കി മുളകൊക്കെ ഇറങ്ങി ചെല്ലും കേട്ടോ. ഇനി ഞാനിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ് കേട്ടോ. ഇനി മീൻ പൊള്ളിച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ചുവന്നുള്ളി നമ്മുടെ കൈവശം ഇല്ലെങ്കിൽ നമുക്ക് ഒരു മീഡിയം വലിപ്പമുള്ള സവാള എടുത്താൽ മതി. പക്ഷേ ചെറിയ ഉള്ളിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് ഓവർ ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ ഉള്ളിയെല്ലാം ക്ലീൻ ചെയ്ത് കൊണ്ടുവന്ന് ഇനി നമ്മളിത് നീളത്തിലാണ് കേട്ടോ കട്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ അതാ മൊത്തത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഒരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനിത് 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 സ്പൂണ് പെരിഞ്ജീരകം, പിന്നെ 1 സ്പൂണ് നമ്മൾ മുഴുവൻ കുരുമുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി 3 അല്ലി വെളുത്തുള്ളി, ഒരു എരിവുള്ള പച്ചമുളകാണ് കേട്ടോ നടു കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു 5 തേങ്ങേൻ്റെ പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കട്ടോ. ഇനി ചെറിയൊരു ടൊമാറ്റോ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്.
കുറച്ച് മല്ലിച്ചപ്പ് കേട്ടോ, ഒരു തണ്ട് മല്ലിച്ചപ്പ്. ഇനി നമുക്ക് ഇതെല്ലാം നന്നാക്കി അരച്ച് കൊണ്ടുവരട്ടെ. ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം അരച്ചെടുത്തു. ഇനി നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു. കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മീൻ പൊരിച്ചെടുക്കാൻ. ഒരു 2 തണ്ട് കറിവേപ്പിലും വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മേലേക്ക് മീൻ വെച്ച് കൊടുക്കട്ടോ. അപ്പം നമ്മൾ മീൻ ഡീപ്പ് ഫ്രൈ ചെയ്യണ്ട കേട്ടോ, ഒന്ന് ഷാലോ ഫ്രൈ ചെയ്താൽ മതി. അങ്ങനെ ഒരു ഭാഗം സെറ്റായി ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ മീനൊക്കെ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സെയിം പാനിൽ തന്നെ നമ്മുടെ ഗ്രേവി തയ്യാറാക്കി എടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ചെറുള്ളി ഒന്ന് വഴറ്റിയെടുക്കാൻ പോവാണ്. നമ്മുടെ ഗ്രേവിയിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് അടി പിടിക്കാണ്ട് നന്നാക്കി ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ജസ്റ്റ് ഒന്ന് അടി പിടിക്കണതിന്. അപ്പോൾ ഏകദേശം 2 സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കൂടെ നമ്മൾ അടിച്ചു വെച്ച ഗ്രേവിയാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് മൊത്തത്തിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടെ നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയോ. ഇനി നമുക്ക് നന്നാക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലോണം ഇളക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കട്ടോ. അപ്പോൾ ഞാൻ അടച്ച് വെച്ച് തുറന്നു. അതിലത്തെ വെള്ളമൊക്കെ ജസ്റ്റ് ഒന്ന് വറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം പച്ചമണമൊക്കെ പോയി ഏകദേശം ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാനിത് ഇറക്കി വെക്കാൻ. ഇനി നമുക്ക് ഒരു വാഴൻ്റെ ഇല വെട്ടിയെടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. നമുക്ക് മീൻ പൊള്ളിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് കഴുകി കൊണ്ടുവന്ന് വാട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മേലേക്ക് നമുക്ക് ഒരു പീസ് ഇലയും കൂടെ വെച്ച് കൊടുക്കുക, കാരണം പെട്ടെന്ന് അടി കരിഞ്ഞു പോവില്ല. ഇനി തയ്യാറാക്കി വെച്ച ഗ്രേവി ഇതിൽ വെച്ച് കൊടുക്കട്ടെ. നീളത്തിലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ 2 അയിലയിലേക്കുള്ള ഗ്രേവിയാണ് കേട്ടോ ഞാൻ തയ്യാറാക്കിയത്. ഇനി നമ്മളൊരു കറിവേപ്പിൻ്റെ തണ്ട് അതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത മീനാണ് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുന്നത്. ഇനി കുറച്ചും കൂടെ ഗ്രേവി നമ്മൾ ഇതിൻ്റെ മേലെ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാൻ കേട്ടോ. കാരണം നമ്മൾ ഈ ഗ്രേവി കൂട്ടിയിട്ടാണ് ഈ ഫിഷ് കഴിക്കുന്നത്. ഓക്കെ, ഇനി നമ്മളൊരു ടൊമാറ്റോ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. നമ്മൾ ഇത് ചൂടായി വരുമ്പോൾ ഈ ടൊമാറ്റോൻ്റെ നീര് അതിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ ഒരു കറിവേപ്പും കൂടെ വെച്ച് കൊടുത്തിട്ട് നമുക്കിത് നന്നാക്കി ഒന്ന് മടക്കിയെടുക്കാം കേട്ടോ. ഒരു വാഴൻ്റെ നാര് കൊണ്ട് ഞാനിത് കെട്ടിയെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ രണ്ടാമത്തെ മീനും ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കാൻ കേട്ടോ. നമുക്ക് കുറച്ച് കറിവേപ്പും ടൊമാറ്റോയും ഒക്കെ വെച്ചിട്ട് ഇത് നമുക്കൊന്ന് കെട്ടി എടുക്കാം കേട്ടോ.
അങ്ങനെ രണ്ടൊന്ന് ഞാൻ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ പൊള്ളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ദോശക്കല്ലാണ് ഇട്ട് വെച്ചത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് നന്നാക്കി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആദ്യം ഒരെണ്ണ ഇട്ടിട്ട് വേവിച്ചെടുക്കട്ടോ, രണ്ടും ഇതിൽ കൊള്ളൂല. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാട്ടോ അത് വേവിച്ചെടുക്കേണ്ടത്. നമുക്കൊന്ന് നന്നാക്കി അടച്ച് വെക്കട്ടോ. ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടോ. ഞാൻ മെല്ലെ ഒന്ന് പൊന്തിച്ച് നോക്കിട്ടോ. ഓക്കെ, ആ ഭാഗം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ തന്നെ മറുഭാഗവും ഇതേമാതിരി നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കട്ടോ. അപ്പോൾ ഈ ഭാഗം ഞാനൊരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇത് എടുക്കുന്നത്. നമുക്ക് പ്ലേറ്റിലേക്ക് വെച്ചെടുക്കട്ടോ. ഇനി നമ്മൾ രണ്ടാമത്തെ മീനും ദോശക്കല്ലിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കട്ടോ. അപ്പോൾ നമ്മുടെ ചൂടോടാണ് കേട്ടോ ഇത് തുറക്കുന്നത്. നല്ല സ്മെല്ലാണ് കേട്ടോ, കുരുമുളകിൻ്റെയും മുളകിൻ്റെ ഒക്കെ. സൂപ്പറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു പീസ് എടുത്ത് കഴിച്ചു കേട്ടോ, എങ്ങനെ ഉണ്ടെന്ന്. നല്ല ചൂടാട്ടോ, കൈ വയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനൊരു പോർക്ക് എടുത്തിട്ടുണ്ട്, അത് വെച്ചിട്ട് ഒരു കഷ്ണം എടുത്ത് നോക്കട്ടെ. അപ്പം ഞാനിതാ ഒരു പീസ് എടുത്ത് കഴിച്ച് നോക്കിയിട്ടോ, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇതിൽ ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്താണോ, പൊറോട്ടയും ഇതും കൂടെ കൂട്ടി കഴിക്കുമ്പോണ്ടല്ലോ, പിന്നെ ഒരു കട്ടൻ ചായ, പിന്നെ ചോറിനാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ ഒരു പപ്പടം മതി കേട്ടോ, കറീൻ്റെ ആവശ്യമില്ല. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കപ്പ കൊണ്ടുപോകുന്ന സൗണ്ടാണ് കേട്ടോ, അപ്പോൾ ഞാനത് വെക്കട്ടെ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.